ഗുഡ് മോർണിംഗ് ഗൈസ്. കമ്പം തേനി ഫാമിലി ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പത്തിലേക്ക് വരുന്ന കാഴ്ചകളാണ് കണ്ടത്. ഞങ്ങളൊരു 12 മണി സമയമൊക്കെ ആയപ്പോഴേക്കും കമ്പത്ത് റീച്ച് ചെയ്തു. ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് MSR ഗ്രേപ്സിൻ്റെ തോട്ടത്തിലാണ്. കഴിഞ്ഞ തവണ ഞാനും ഹസ്ബൻഡും കൂടി മാത്രം വന്നപ്പോൾ MSR ഗ്രേപ്സിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ളൊരു പാടത്ത് വിസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ പച്ച മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തവണ ഫാമിലി ആയിട്ട് വന്നപ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ശരിക്കും പഴുത്ത ഭാഗമായ മുന്തിരി ഉണ്ടെന്ന് കണ്ടത്. അങ്ങനെ MSR ഗ്രേപ്സിൻ്റെ എൻട്രൻസിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തു. സാധാരണ നമ്മൾ കമ്പം ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേക്കും മുന്തിരി കാണാം, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാം, കുറേ ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മുന്തിരി നമുക്ക് ട്രൈ ചെയ്യാം, മേടിക്കാം, മുന്തിരി ജ്യൂസ് കുടിക്കാം, അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അത് കൂടാണ്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ MSR ഗ്രേപ്സിൻ്റെ തോട്ടത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അതിൽ കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ. ആദ്യം തോന്നി വെറുതെ എന്തിനാണ് ഇതിനൊക്കെ കാശ് കൊടുക്കുന്നേ, വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നമ്മൾ യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് വേണമല്ലോ എന്ന് കരുതി ഞങ്ങൾ ഇതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെർ ഹെഡിന് 50 രൂപ വെച്ച് കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും ഇതിലേക്ക് എൻ്റർ ചെയ്തു. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു റൂമിൽ, ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ളൊരു റൂമിൽ കുറച്ച് ബേർഡ്സിനെയൊക്കെ പറന്ന് വിടുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും അവരെ ഫീഡ് ചെയ്യാനുള്ള ഫുഡും ഞങ്ങളുടെ കയ്യിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് പിടിക്കുമ്പോഴേക്കും ഓരോ ബേർഡ്സും നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കും. ആദ്യം എനിക്കൊരു പേടി തോന്നി, കാരണം ഫസ്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണിത്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെന്താണ് വരാത്തതെന്ന് തോന്നിപ്പോവും. പിന്നെ നമ്മളതങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ പാമ്പിനെയൊക്കെ എടുത്ത് നമുക്ക് കയ്യിൽ വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രദർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല പേടിയാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ട്രൈ ചെയ്തില്ല. പക്ഷേ അതൊരു നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മിസ് ചെയ്ത് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ MSR ഗ്രേപ്സിൻ്റെ എൻട്രൻസിലുള്ള കുറച്ച് ആക്ടിവിറ്റീസിലും കൂടി പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ അവിടെ ഒരു മെമ്മറി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ തോട്ടത്തിലേക്ക് എൻ്റർ ചെയ്തു. ഗ്രേപ്സിൻ്റെ തോട്ടത്തിലേക്ക് സാധാരണ പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു, ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഞങ്ങൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് കഴിക്കാൻ പോയി. ഇതിൻ്റെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസിലും പറഞ്ഞിരുന്നു ഏത് ലൊക്കേഷനാണെന്നുള്ളത്. ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. അപ്പോൾ നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഫാമിലീനെ കൂടി കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ സന്തോഷം, ഒരു രസം തോന്നുമല്ലോ. പ്രത്യേകിച്ച് തമിഴ്നാടൊക്കെ പോകുമ്പോഴത്തേക്കും തമിഴ്നാട് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ്, കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ പണ്ടത്തെ സിനിമകളിൽ കാണുന്ന പല കാഴ്ചകളും നമുക്കിപ്പോഴും അവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു 1 ഡേ ട്രിപ്പൊക്കെ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡേക്ക് പോയി വരാമെന്നുള്ളൂ.